ഒരു കിടിലൻ സ്ലോ ബേൺ ത്രില്ലർ സിനിമ പരിചയപ്പെടുത്താം. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ് എനിക്ക്. മെയിൻ സിനിഫൈൽ ഗ്രൂപ്പുകളിലോ അങ്ങനെ യൂട്യൂബ് ചാനലുകളിലോ ഒന്നും അധികം ചർച്ച ചെയ്യാത്ത ഒരു സിനിമ കൂടിയാണ്. ഒരു ഹിഡൻ ജെം എന്ന് തന്നെ പറയാം. മിക്കവാറും ഇതിന്റെ മലയാളം റിവ്യൂ ഞാൻ മാത്രമേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു കിടിലൻ ത്രില്ലർ സജഷൻ. 1999 ഫ്രാൻസിലെ ഒരു അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ഒരു കൊച്ചുകുട്ടിയുടെ തിരോധാനം, ഒരു നായ്ക്കുട്ടിയുടെ മരണം, ഒരു കൊടുങ്കാറ്റ്, പ്രളയം, ഇതെല്ലാം ഒരു ചെറിയ ടൗണിലെ കുറെ ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2019 റിലീസായ ഫ്രഞ്ച് ക്രൈം ത്രില്ലർ 3 Days and a Life. ഒരു പയ്യന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. തുടക്കത്തിലെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ഇവർ കൊണ്ട് തീർക്കും എന്ന ഒരു സംശയം, ഒരു തോന്നൽ, ഒരു ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക് മനസ്സിലായത് ഒരിക്കലും സന്തോഷത്തോടെ ഒരു ക്രിസ്മസ് കാലം ആസ്വദിക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കാതെ പോയ കുറച്ച് മനുഷ്യരുടെ കഥയാണ് ഇതില്. എത്രയൊക്കെ ചിരിച്ചാലും ഇതില് മെയിൻ കഥാപാത്രങ്ങളിൽ പലരുടെയും ഉള്ളില് പൂർണ്ണമായ ഒരു സന്തോഷം ഇല്ല എന്ന് എനിക്ക് തോന്നി. അത് സത്യമാണ്. 3 ദിവസത്തെ സംഭവങ്ങൾ കൊണ്ട് ഒരു ജീവിതമല്ല, പല ജീവിതങ്ങൾ എങ്ങനെ ചിന്ന ഭിന്നമായി എന്നത് മനോഹരമായിട്ട് പറയുന്ന ഒരു സിനിമയാണ്. അതേസമയം ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു കുട്ടിയുടെ ബാല്യം തന്നെ നഷ്ടപ്പെട്ട കഥ എന്ന് വേണമെങ്കിലും പറയാം. ഇതിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് നമുക്കൊരു ചെറിയ സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരു എഴുത്താണ് ഇതിന്. ഒരേ സമയം ഇതിലെ ഒരു മെയിൻ കഥാപാത്രത്തോട് നമുക്ക് ദേഷ്യവും സഹതാപവും ഒരുമിച്ച് തോന്നുമെന്ന് പറയാം. അയാള് തെറ്റുകാരൻ തന്നെയാണ്, പക്ഷെ ചില സമയത്ത് നമുക്ക് എന്തോ ഇയാൾ പിടിക്കപ്പെടരുത് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ഈ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ മനുഷ്യർക്ക് തന്നെ ലഭിക്കുന്നത് പലതരത്തിലാണല്ലോ. അയാൾക്ക് കിട്ടിയ വീർപ്പ് മുട്ടിയുള്ള ആ ഒരു ജീവിതവും അതും അത്തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെയാണെന്ന് പറയാം. ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് പടത്തിന്റെ ഒരു മെയിൻ പോസിറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതും. ഒരല്പം ഹെവിയാണ്, കുറച്ച് ഡിസ്റ്റർബിംഗും ആണെന്ന് പറയാം. ടെൻഷൻ ബിൽഡിംഗ് ആണ് പടം, അതുപോലെ എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല മേക്കിംഗ്, നല്ല പ്രകടനങ്ങൾ, ഒപ്പം ടെക്നിക്കലിയും പടം മികച്ചതാണ്. നിക്കോളാസ് ബോക്രീഫ് എന്നൊരു ഡയറക്ടറാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഒരു വേൾഡ് ക്ലാസ് ക്രൈം ഡ്രാമയാണ് പുള്ളി ഒരുക്കി വെച്ചേക്കുന്നതെന്ന് പറയാം. നായകൻ അക്വാവൻ എന്ന കഥാപാത്രമായിട്ട് വരുന്നത് പാബ്ലോ പോളി എന്ന നടനാണ്. കിടിലൻ പെർഫോമൻസ് ആണ്. അതേസമയം പുള്ളിയുടെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യന്റെ കാര്യമാണ് ആദ്യം തന്നെ പറയേണ്ടത്. ജെറമി സനസ് എന്നൊരു ബാലതാരമാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ കൊച്ചിന്റെ പ്രകടനം എടുത്തു തന്നെ പറയണം. ഗംഭീരമാണ് പയ്യൻ. ഇടയ്ക്ക് ഒരു സമയത്ത് ഈ നാശം പിടിച്ച ചെറുക്കൻ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അത്ര മനോഹരമായിട്ടാണ് ആ കൊച്ചു ചെറുക്കനാണെങ്കിലും പയ്യൻ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. സാൻഡ്രിൻ ബൊണയർ എന്ന നടി അവതരിപ്പിച്ച ഇതിലെ അമ്മ ക്യാരക്ടറും കിടുവാണ്. അവരിങ്ങനെ ഓരോ തവണയും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിരിയുടെ പിന്നിൽ എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെ അവർ ചിരിച്ചു എന്നൊക്കെയുള്ളത് നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള കുറെ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ തരും എന്ന് പറയാം. ബാക്കി അഭിനയിച്ച എല്ലാ താരങ്ങളുടെയും പെർഫോമൻസും ക്ലാസ് ആണ്. അതിമനോഹരമായിട്ടുള്ള ഈ പടത്തിന്റെ ലൊക്കേഷനാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണ ഘടകം. അത് കിടുവായിട്ട് തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രം ഈ പടം കണ്ടാലും നമുക്ക് നഷ്ടമാവില്ല എന്ന് പറയാം. അവിടുത്തെ ആ ഒരു കാലാവസ്ഥ, മഞ്ഞും മഴയും ഒക്കെ ചേർന്ന് അതിനൊപ്പം മിസ്റ്ററി, ഇതെല്ലാം കിടുവാണ്. ഒരു വെള്ളപ്പൊക്കം സീൻ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര VFX സംഭവമൊന്നുമല്ല, രാത്രിയിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, VFX, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം മികച്ചതാണ്. സിനിമ കുറച്ച് സ്ലോ ആണ്. എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഫാസ്റ്റ് പേസിലുള്ള ത്രില്ലറുകൾ, ആക്ഷൻ ത്രില്ലറുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സിനിമയേ അല്ല ഇത്. പക്ഷെ എന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പെർഫെക്റ്റ് ക്രൈം ഡ്രാമ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ പടമാണിത്. എനിക്കിങ്ങനെ സ്ലോ ബേണിംഗ് ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ ഒരു മണിക്കൂർ സ്ലോ ആണെങ്കിൽ കൂടിയും ഭയങ്കര ഇന്റൻസ് ആയിട്ടാണ് പോകുന്നത്. ആ സ്ഥലത്തിന്റെ പ്രത്യേകതയോ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ ഒക്കെ കൊണ്ട് ഞാൻ കഥയിൽ അങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നിയ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് എല്ലാവർക്കും അതുപോലെ കിട്ടുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ മിസ്റ്റിക് റിവർ, അതുപോലെ വിൻഡ് റിവർ, ഗോൺ ബേബി ഗോൺ പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഈ പടം വർക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഈ മേൽപ്പറഞ്ഞ പടങ്ങളൊക്കെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഞാൻ പലതവണ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രഞ്ച് പടവും അക്കൂട്ടത്തിൽ എനിക്ക് വെക്കാൻ തോന്നുന്ന ഒരു സിനിമ കൂടിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ പറയണം. കാരണം നിങ്ങളും എന്റെ ഗ്യാങ്ങിൽ പെട്ടതാണെന്ന് പറയാം. മൊത്തത്തിൽ ഒരു കിടിലൻ ക്ലാസ് സ്ലോ ബേണിംഗ് ക്രൈം ത്രില്ലർ സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷേ ഒരു ദുഃഖവാർത്ത എന്താണെന്ന് വെച്ചാൽ പതിവ് പോലെ ഈ സിനിമയും ഇന്ത്യയിൽ നിലവിൽ ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പടം കാണണമെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടുവരും. ഇപ്പൊ കുറെ പേര് ചോദിക്കും, ഈ ഇന്റർനെറ്റിന്റെ ശക്തി എന്താ, ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് തെളിച്ചു പറ, ഏത് ചാനലിലാണ് ലഭ്യമാണെന്നൊക്കെ. അതിന് ഒരു കൃത്യമായ സോഴ്സ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഊർജ്ജ സ്രോതസ്സിനെ അങ്ങ് പിടിച്ച് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കുക. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണല്ലോ പ്രമാണം. പടം 18+ അല്ല, പക്ഷെ ക്രൈം ഡ്രാമ ആയതുകൊണ്ട് 16+ ആണ് എന്ന് പറയാം. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഇതുപോലെ ഹിഡൻ ജെം ആയിട്ടുള്ള ത്രില്ലർ പടങ്ങളൊക്കെ വേറെ ആര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ചാനൽ
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.